ഹലോ, നമ്മളിന്ന് ഇക്കണോമിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ കോറിലേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ സഹബന്ധം പഠിക്കാൻ പോവുകയാണ്. പരീക്ഷയ്ക്കിനി ഒരാഴ്ചയേ ഉള്ളൂന്ന് എനിക്കറിയാം, അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് കഴിയുമ്പോഴേക്കും ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈസിയായി ഉത്തരമെഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഒരു കാര്യം ഒന്നാലോചിച്ച് നോക്കിക്കേ. വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോ ഊട്ടി, മൂന്നാർ പോലുള്ള തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടും, അല്ലേ? അതേസമയം തന്നെ ഐസ്ക്രീമിന്റെ കച്ചവടവും കൂടും. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നത്? ചൂട് കൂടുന്നതുകൊണ്ടാണോ ആളുകൾ ഹിൽ സ്റ്റേഷനിൽ പോകുന്നത്? അതേ ചൂട് കാരണം തന്നെയല്ലേ ഐസ്ക്രീം കച്ചവടം കൂടുന്നതും? അപ്പോ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടല്ലോ, അല്ലേ? ആ ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണിത്. അതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ കോറിലേഷൻ അഥവാ സഹബന്ധം? ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഈ ബേസിക് ഐഡിയ കിട്ടിയാൽ പിന്നെ ഈ ചാപ്റ്റർ മുഴുവൻ വളരെ എളുപ്പമാണ്. കോറിലേഷൻ എന്താണെന്ന് പഠിക്കുന്നതിനു മുമ്പം നമ്മൾ വേരിയബിൾ എന്നൊരു വാക്ക് മനസ്സിലാക്കണം. സംഭവം വളരെ സിമ്പിളാണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള എന്തിനേയും നമുക്ക് വേരിയബിൾ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, പുറത്തുള്ള താപനില. അത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു സാധനത്തിന്റെ വില, നമ്മുടെയൊക്കെ ഉയരം, ഇതെല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇവയെല്ലാം ഓരോ വേരിയബിൾസ് ആണ്. ഇപ്പോൾ എന്താണ് കൊറിലേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ രണ്ട് വേരിയബിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് കൊറിലേഷൻ എന്ന് പറയുന്നത്. ഈ ബന്ധം പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നോക്കും. ഒന്ന്, അതിന്റെ ഡയറക്ഷൻ, അതായത് ദിശ. രണ്ടും ഒരുമിച്ചാണോ കൂടുന്നത്, അത് ഒന്ന് കൂടുന്നോ മറ്റേത് കുറയാണോ ചെയ്യുന്നത്? രണ്ട്, അതിന്റെ ഇന്റൻസിറ്റി, അതായത് തീവ്രത. ഈ ബന്ധം എത്രത്തോളം ശക്തമാണ്? ഈ കോറിലേഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ്, അടുത്തത് നെഗറ്റീവ്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളുകളും ഒരേ ദിശയിലായിരിക്കും പോവുക. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. ഉദാഹരണത്തിന്, നമ്മുടെ വരുമാനം കൂടുമ്പോൾ നമ്മുടെ ചെലവും കൂടും, അല്ലേ? ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ടും നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ദിശയിലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഉദാഹരണത്തിന്, തക്കാളിയുടെ വില ഭയങ്കരമായി കൂടുമ്പോൾ നമ്മളത് വാങ്ങുന്നത് കുറയ്ക്കും. കണ്ടോ? സിമ്പിളല്ലേ? ഇപ്പൊ നമ്മൾ ഈ ബന്ധത്തെക്കുറിച്ച് വാക്കുകളിൽ പറഞ്ഞു. പക്ഷേ ഇത് കണ്ടാൽ എങ്ങനെയായിരിക്കും? അതായത് ഒരു ചിത്രം നോക്കിയിട്ട് ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ പറയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്കാറ്റർ ഡയഗ്രം. ഈ ചിത്രം നോക്കൂ. ഇതൊരു സ്കാറ്റർ ഡയഗ്രമാണ്. ഇതിലെ ഡോട്ടുകൾ, അതായത് പോയിന്റുകൾ, ഇടത്തുനിന്ന് വലത്തോട്ട് മുകളിലേക്കാണ് പോകുന്നത്, അല്ലേ? ഒരു കോണിപ്പടി കയറിപ്പോകുന്നത് പോലെ. ഇങ്ങനൊരു പാറ്റേൺ കണ്ടാൽ ഉറപ്പിച്ചോ, അത് പോസിറ്റീവ് കോറിലേഷനാണ്. അതായത് ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേതും കൂടുന്നു. ഇനി ഈ ചിത്രം നോക്കിക്കേ. ഇവിടെ ഡോട്ടുകൾ ഇടതുനിന്ന് വലത്തോട്ട് താഴേക്കാണ് വരുന്നത്, ഒരു മല ഇറങ്ങി വരുന്നത് പോലെ. ഇങ്ങനെയാണ് ചിത്രം കാണുന്നതെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനാണ്. എന്നുവെച്ചാൽ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം ഏകദേശം ഇതുപോലെയിരിക്കും. ഇനി ഈ രണ്ട് ചിത്രങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇടതുവശത്തുള്ള ചിത്രത്തിൽ ഡോട്ടുകൾക്ക് പ്രത്യേകിച്ചൊരു ദിശയുമില്ല, എല്ലായിടത്തും ചിതറിക്കിടക്കുകയാണ്. ഇതിന്റെ അർത്ഥം ആ വേരിയബിളുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, അതായത് നോ കോറിലേഷൻ. പക്ഷെ വലതുവശത്തുള്ള ചിത്രം നോക്കൂ. എല്ലാ ഡോട്ടുകളും ഒരു സ്കെയില് വെച്ച് വരച്ചതുപോലെ കൃത്യമായൊരു നേർരേഖയിലാണ്. ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ശക്തമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ചിത്രം നോക്കി ബന്ധമുണ്ടോ, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ പറയാൻ നമ്മളിപ്പോൾ പഠിച്ചു. പക്ഷെ പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കുന്നത് ആ ബന്ധം എത്രത്തോളം ശക്തമാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. അതിന് നമുക്കൊരു നമ്പർ വേണം. ആ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് കാൾ പിയേഴ്സിന്റെ രീതി. ഈ ബന്ധത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന് കൃത്യമായി കാണിക്കുന്ന ആ സംഖ്യയെ നമ്മൾ ചെറിയ അക്ഷരം R ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. ഇതിന്റെ മുഴുവൻ പേര് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നാണ്. പരീക്ഷയിലെ പ്രോബ്ലംസിൽ ഈ Rന്റെ വില കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ജോലി. ഇതിന്റെ ഫോർമുല കാണുമ്പം കുറച്ചു വലുതാണെന്ന് തോന്നും. പക്ഷേ അത് കണ്ട് ആരും പേടിക്കേണ്ട. വെറും 4 സ്റ്റെപ്പുകൾ ഓർത്തുവെച്ചാൽ മതി. സ്റ്റെപ്പ് 1, ചോദ്യത്തിൽ തന്നിരിക്കുന്ന എക്സ്, വൈ വിലകൾ ഒരു ടേബിളിൽ എടുത്തെഴുതുക. സ്റ്റെപ്പ് 2, ഫോർമുലയ്ക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ, അതായത്
XY, X² Y² ഒക്കെ കണ്ടുപിടിച്ച് ടേബിൾ പൂർത്തിയാക്കുക. സ്റ്റെപ്പ് 3. ഈ ടേബിളിൽ നിന്ന് കിട്ടിയ ആകെ തുകകൾ ഫോർമുലയിൽ കറക്റ്റായിട്ട് എടുത്തെഴുതുക. സ്റ്റെപ്പ് 4. അവസാനം ശ്രദ്ധയോടെ കാൽക്കുലേറ്റ് ചെയ്ത് ആറിന്റെ ഉത്തരം കണ്ടെത്തുക. അത്രയുള്ളൂ. നമ്മൾ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിൾ ഏകദേശം ഇതുപോലെയിരിക്കും. പരീക്ഷയ്ക്ക് ഇതുപോലെ ഒരു ടേബിൾ വൃത്തിയായി വരച്ച് ഓരോ കോളവും ഫിൽ ചെയ്താൽ തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കുറയും. ഇത് നമ്മുടെ പണി ശരിക്കും എളുപ്പമാക്കും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കണക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സാധാരണയായി പറ്റുന്ന ചില തെറ്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ശ്രദ്ധിച്ചാൽ പരീക്ഷയിൽ നമ്മുടെ മാർക്ക് ഒരിടത്തും പോകില്ല. ഇതൊന്ന് എപ്പോഴും ഓർത്തു വെച്ചോളൂ. കോറലേഷൻ എന്ന് പറഞ്ഞാൽ കോസേഷൻ അല്ല. അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് കരുതി ഒന്ന് മറ്റൊന്നിന് കാരണമാകണം എന്നൊരു നിർബന്ധവുമില്ല. ഉദാഹരണത്തിന്, ഐസ്ക്രീം വിൽപ്പന കൂടുമ്പോൾ മുങ്ങിമരണങ്ങളും കൂടുന്നു എന്ന് കരുതുക. അതിന്റെ അർത്ഥം ഐസ്ക്രീം കഴിച്ചാൽ ആളുകൾ മുങ്ങിമരിക്കുമെന്നാണോ? ഒരിക്കലുമല്ല. ഇവിടെ ശരിക്കുമുള്ള വില്ലൻ വേറൊരാളാണ്: ചൂട്. ചൂട് കൂടുമ്പോഴാണ് ഐസ്ക്രീം വിൽപ്പനയും കൂടുന്നത്, ആളുകൾ വെള്ളത്തിൽ കുളിക്കാനും കളിക്കാനും പോകുന്നതും കൂടുന്നതും. അപ്പോൾ യഥാർത്ഥ കാരണം ചൂടാണ്, അല്ലാതെ ഐസ്ക്രീം അല്ല. പരീക്ഷാ ഹാളിൽ വെച്ച് നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു സൂത്രപ്പണിയുണ്ട്. 6ന്റെ ഉത്തരം എപ്പോഴും -1നും 1നും ഇടയിലുള്ളൊരു സംഖ്യ ആയിരിക്കും. നിങ്ങൾക്ക് 1.2 എന്നോ -1.5 എന്നോ ഒക്കെ ഉത്തരം കിട്ടിയാൽ ഉറപ്പിച്ചോ, കണക്ക് ചെയ്തതിൽ എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പ തന്നെ ഒന്നുകൂടി ചെയ്തു നോക്കണം. കണക്ക് മാത്രമല്ല, ഈ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ തിയറി ചോദ്യങ്ങളും വരാം. 6ന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഈ പോയിന്റുകളൊന്ന് ഓർത്തുവെച്ചാൽ മതി. 1. 6ന് യൂണിറ്റല്ല, അതായത് സെന്റിമീറ്ററോ കിലോഗ്രാമോ ഒന്നുമില്ല, അതൊരു വെറും നമ്പറാണ്. 2. അതിന്റെ വില എപ്പോഴും -1നും +1നും ഇടയിലായിരിക്കും. 3. 6 പൂജ്യമാണെങ്കിൽ അവിടെ ഒരു ലീനിയർ ബന്ധമില്ല എന്ന് പറയാം. 4. കിട്ടുന്ന ഉത്തരം +1നോടോ -1നോടോ അടുത്താണെങ്കിൽ ബന്ധം വളരെ ശക്തമാണെന്നർത്ഥം. ഉത്തരം 0നോടടുത്താണെങ്കിൽ ബന്ധം വളരെ ദുർബലമാണ്. ശരി, അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് ഓർക്കാൻ എളുപ്പത്തിന് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് ഓടിച്ചു നോക്കാം, ഒരു ഫൈനൽ റിവിഷൻ പോലെ. ഓർക്കുക, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം. പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ രണ്ടും ഒരേ ദിശയിൽ പോകും. നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ രണ്ടും വിപരീത ദിശയിൽ പോകും. 6 എന്ന് പറയുന്നത് ഈ ബന്ധത്തിന്റെ ശക്തി അളക്കുന്ന ഒരു നമ്പറാണ്. ഇതാണ് നമ്മുടെ ഹീറോ ഫോർമുല. ഇത് എന്തായാലും കാണാതെ പഠിക്കണം. എഴുതി തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സാവധാനം വായിക്കാം, കൂടെ പറയാൻ ശ്രമിക്കൂ. R = n σxy minus σx into σy divided by √n σx² minus σx the whole square into n σy² minus σy the whole square. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര ജോഡി ഡാറ്റയുണ്ടെന്നുള്ള എണ്ണമാണ്. സിഗ്മ എന്ന് കണ്ടാൽ പേടിക്കണ്ട, അതിന്റെ അർത്ഥം ആകെ തുക എന്ന് മാത്രമാണ്. ഇനി വരുന്ന ഒരാഴ്ച നിങ്ങൾ എന്തു ചെയ്യണം? ആദ്യത്തെ 1-2 ദിവസം ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് ആശയങ്ങൾ നന്നായി ഉറപ്പിക്കുക. അടുത്ത 2 ദിവസം ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്കുകൾ സ്വയം ചെയ്തു നോക്കുക. അവസാനത്തെ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഈ ഫോർമുലയും പ്രധാന പോയിന്റുകളും ഓർക്കാൻ ശ്രമിക്കുക. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ആ വലിയ ഫോർമുല കണ്ട് പേടിക്കേ വേണ്ട. അതിന്റെ പിന്നിലെ ആശയം മനസ്സിലാക്കുക, സ്റ്റെപ്പുകൾ ഓർക്കുക, അത് മതി. നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ധൈര്യമായി പോയി പരീക്ഷ എഴുതൂ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.